ഹാപ്പി ആനിവേഴ്സറി. അച്ഛനോട് സർപ്രൈസ് ആണ്. ഹലോ, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട പോലെ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കേട്ടോ. അച്ഛൻ്റെ അമ്മയുടെയും 35ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഈ സംഭവം അച്ഛൻ മറക്കാറുണ്ടെങ്കിലും അമ്മ ഒരിക്കലും മറക്കാറില്ലാത്തതാണ് കേട്ടോ. തവണ അമ്മയെ മറന്നു. ഞങ്ങൾ പുറത്തുപോയി ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വന്നപ്പോൾ അവർ ശരിക്കും സർപ്രൈസ്ഡായി. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ഒന്ന് നടക്കാൻ ഇറങ്ങി. പുറത്തിറങ്ങി അല്പം കഴിഞ്ഞപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് ഇങ്ങനെ ഒന്ന് കയറി നിൽക്കേണ്ടി വന്നെങ്കിലും ചെറിയൊരു ചാറ്റൽ മഴയായിരുന്നേ. അത് വന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് പോയി. അതിഥിയായി വന്ന മഴ നമ്മുടെ ഈ നടത്തത്തിന്റെ രസം അല്പം കൂടെ കൂട്ടിയതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീടിന്റെ അടുത്ത് ഇതുപോലെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ട്രിപ്പ് പോകേണ്ട ആവശ്യമില്ല അല്ലേ. ചെറിയൊരു ചാറ്റൽ മഴയും സൺസെറ്റും നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ല പൊളി വൈബായിരുന്നു. പിന്നെ ഇത്തവണത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ലച്ചുവും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുമ്മാ അവൾ വെറുതെ വന്നാണേ. അപ്പോഴാണ് വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ഞങ്ങൾ നടന്ന് പാടത്തിന്റെ സൈഡിലായിട്ടൊരു കുഞ്ഞു തട്ടുകടയുണ്ടേ. അവിടെ ചെന്നു. നല്ല ചൂട് പഴംപൊരിയും പിന്നെ ഈ അടിച്ചെടുക്കുന്ന ചായയില്ലേ അതുമൊക്കെ കുടിച്ച് അങ്ങനെ നിന്നു. പിന്നെ ഈ കാണുന്ന കപ്പ ബിരിയാണിയും പാഴ്സലായിട്ട് വാങ്ങി മെല്ലെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിൽ ചെറിയ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ. കൊച്ചച്ചമാരും ചിറ്റമാരും കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നേ. ഇങ്ങനെ ഒരു ഒത്തുചേരൽ, ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതെപ്പോഴും ഉണ്ടാവാറുള്ളതാണ്. എല്ലാവരും ഇവിടെ അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. വെഡിങ് ആനിവേഴ്സറിക്കായിട്ട് പിന്നെ എല്ലാവരോടും ഇങ്ങനെ ഉള്ളപ്പോൾ ഒരു കപ്പ ബിരിയാണിയിലൊക്കെ എങ്ങനെ ഒതുക്കാനല്ലേ. നമുക്ക് 2 ടൈപ്പ് പായസവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മധുരമുള്ള പാലട പ്രഥമനും പിന്നെ പരിപ്പിട്ട് വെച്ച നല്ല ശർക്കര പ്രഥമനും ഉണ്ടായിരുന്നു. അങ്ങനെ പായസമൊക്കെ കുടിച്ചിരുന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് നേരം വെളുക്കുവോളം ചീട്ട് കളിച്ചു കേട്ടോ. അങ്ങനെ നല്ല ഹാപ്പിയായി സിമ്പിളായി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷം കഴിഞ്ഞു. ഒരു കുഞ്ഞു സങ്കടം ബാക്കിയുണ്ട്. മക്കളെ 2 പേരും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇല്ലായിരുന്നു. അവർ 2 ആളൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ദിവസം ഒന്നുകൂടി കളറായനെ.